ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഏകദേശം ദോശയുടെ പോലെ തന്നെ ഇരിക്കും, പക്ഷേ ദോശയെക്കാളും അല്പം കൂടി ഒരു കനം കൂടുതലുണ്ട്. പക്ഷേ നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റിയുമാണ്, വളരെ ഹെൽത്തിയുമാണ്. ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല. ദോശയ്ക്ക് കൂട്ടുന്ന ഏത് കറിയുടെ കൂടെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാം. തേങ്ങാ ചട്നിയോ തക്കാളി ചട്നിയോ ഏത് വേണമെങ്കിലും, ഏത് കറിയുടെ കൂടെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് കാണാം. ഇതുപോലെ ഒരു ബൗളിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് ഇതുപോലെ ഒരു ചെറിയ ക്യാരറ്റും മീഡിയം വലിപ്പമുള്ള ഒരു സവോളയും ഒരു പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്നിങ്ങനെ വലിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്ത ശേഷം ഒരു ചോപ്പറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇനി കത്തി ഉപയോഗിച്ചിട്ടാണ് അരിയുന്നതെങ്കിലും വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ചോപ്പറിലാവുമ്പം എളുപ്പമാണ്. ഈ രീതി ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഈ അരിഞ്ഞെടുത്ത പച്ചക്കറിയെല്ലാം നമുക്ക് ഈ പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇതുപോലെ ഒരു പിടി തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് കലക്കിയെടുക്കാം. അതിനായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആദ്യം തന്നെ ഒന്നിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കിയെടുത്ത് കൊടുത്താൽ മതി. ആദ്യം തന്നെ നമ്മൾ ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, വല്ലാതെ ലൂസായി പോകാൻ പാടില്ല. ഇപ്പോൾ ഇത് നല്ല കട്ടിക്കാണ് ഇരിക്കുന്നത്, കുറച്ചും കൂടി ഒന്ന് ലൂസാവണം. അപ്പോൾ ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതുപോലെ ഒരു വിസ്ക് കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് കലക്കി കൊടുക്കാം. അപ്പോൾ ആ പൊടിയിൽ വല്ല കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് മാവ് നല്ല ഇതായിട്ട് കിട്ടും. ഈ ഒരു രീതിയിലാണ് മാവ് ഇരിക്കേണ്ടത്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു. ഇനി ഇത് നമുക്ക് ഒന്ന് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുത്ത് പാൻ ചൂടാകുമ്പം അതിലേക്ക് 2 തവി മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആദ്യം ആ തവി കൊണ്ട് ഒന്ന് പരത്തിയ ശേഷം ഇതുപോലെ നിങ്ങളുടെ കയ്യിലൊരു സ്പാച്ചില ഉണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. എല്ലാ ഭാഗവും ഒരേ കനത്തിലായിട്ട് നമുക്ക് കിട്ടും. ആ സ്പാച്ചില കൊണ്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുകയാണെങ്കിൽ ഈ അപ്പത്തിൻ്റെ എല്ലാ ഭാഗവും ഒരേ കനത്തിൽ നമുക്ക് കിട്ടും. ഇനി മുകൾ ഭാഗം ഒന്ന് വലിഞ്ഞു വരുമ്പോൾ, വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞു വരുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഞാനിപ്പോൾ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യോ എണ്ണയോ അവനവന് ഇഷ്ടമുള്ളത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ ആ സ്പാച്ചില വെച്ചിട്ട് ആ നെയ്യും എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ഭാഗം ഒന്ന് മൊരിഞ്ഞു കഴിയുമ്പം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. തീ എപ്പോഴും കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇപ്പം ഇതിൻ്റെ 2 സൈഡും നല്ലതുപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട്. തീ കൂട്ടി വയ്ക്കരുത്, എപ്പോഴും തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബാക്കിയിരിക്കുന്ന മാവും കൂടെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. 1 കപ്പ് ഗോതമ്പ് പൊടി വെച്ചുണ്ടാക്കിയ ഈ മാവിൽ നിന്ന് ഞാൻ 4 അപ്പമാണ് എനിക്ക് ഉണ്ടാക്കാനായിട്ട് സാധിച്ചത്. ഇതൊരല്പം കനത്തിലുള്ള അപ്പമാണല്ലോ, അപ്പോൾ ഇതുപോലത്തെ 4 എണ്ണമാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കറിവേപ്പിൻ്റെ ഇലയോ മല്ലിയിലയോ ഒക്കെ വേണമെങ്കിൽ ആ കൂട്ടത്തിലൊന്ന് അരിഞ്ഞ് ചേർക്കാം. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. എന്നും ദോശയും ഇഡലിയൊക്കെ കഴിച്ച് മടുത്തെങ്കിൽ ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇത് ചൂടോടുകൂടി കഴിക്കണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക് യു.